ഏതായാലും സന്ദീപ് കുറ്റക്കാരനാണ് എന്ന കോടതിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നു. ഇനി ശിക്ഷാവിധി എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലെ പ്രതി ഓടനവട്ടം കുടവട്ടൂർ ചെറുകരക്കോണം ശ്രീനിലയത്തിൽ ജി സന്ദീപ് എന്ന 42 വയസ്സുകാരനായ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സന്ദീപിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ, ആശുപത്രിയിലെ ജീവനക്കാർ, അവിടെ പരിസരത്തുണ്ടായിരുന്ന രോഗികൾ, ഇവരെല്ലാം ഉൾപ്പെടുന്ന കേസിൽ 136 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് ജൂലൈ 1-നാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വ്യവസായിയായ KG മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളായിരുന്നു ഡോക്ടർ വന്ദനാദാസ്. മിയണ്ണൂർ അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു, ഹൗസ് സർജനായിരുന്നു. അങ്ങനെ കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായ വന്ദനാദാസിനെ കുത്തിക്കൊന്ന കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദ് ഇപ്പോൾ വിധി പറയുകയാണ്. സന്ദീപ് എന്ന 42 വയസ്സുകാരനായ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത്. സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. സൂര്യഗായത്രി, 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായ വന്ദനാദാസ് അവിടെ വൈദ്യപരിശോധനയ്ക്ക് എത്തിയ പോലീസ് എത്തിച്ച ഈ സന്ദീപ് എന്ന പ്രതിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? GK ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരൻ എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരൻ എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റന്നാൾ ശിക്ഷ വിധിക്കും എന്നുള്ളതാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സന്ദീപ് കുറ്റക്കാരൻ എന്നത് കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വാദം നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലുള്ള ശിക്ഷയാണ് പ്രതിക്ക് നൽകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുക. മറ്റന്നാൾ ശിക്ഷ വിധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2023 മെയ് 10-നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വന്ദന കൊലപാതകം നടക്കുന്നത്. അത് യാതൊരു വിധത്തിൽ പ്രകോപനവും ഇല്ലാതെ ആശുപത്രിയിൽ വന്ന ചികിത്സിക്കാനായിട്ട് തൊട്ടരികിൽ വന്ന ഒരു ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാരണവുമില്ലാതെ ഒരു ഡോക്ടറെ, ഒരു യുവതിയെ കൊലപ്പെടുത്തുന്നു. അതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിചാരണ നടക്കുകയായിരുന്നു.